നമസ്കാരം, പ്രേമരാജൻ പുന്നാട്. ഞാനിപ്പോൾ ഒരു വീഡിയോ ആയി വന്നത് ഒരു പ്രതിഷേധവുമായിട്ടാണ്. എന്നാൽ പ്രയാസവുമുണ്ട്. ഇത് ഈ സമയത്ത് പറയേണ്ടതാണ്. നമ്മുടെ നേഴ്സുമാർ നമ്മെ പരിചരിക്കുന്ന നമ്മുടെ ജീവൻ അപകടത്തിലാകുന്ന സമയത്ത് നമ്മെ ജീവിതത്തിലേക്ക് നയിക്കാൻ വേണ്ടി അക്ഷീണം പ്രയത്നിക്കുന്ന ഡോക്ടർമാരെക്കാൾ, ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റിനേക്കാൾ, നമ്മുടെ കുടുംബാംഗങ്ങൾ പുറത്ത് മാറിയിരുന്ന് അവർ ദുഃഖിച്ചിരിക്കും. ചിലപ്പോൾ ചായ കുടിക്കാൻ പോകും. ഹോസ്പിറ്റലിൽ ഡോക്ടർമാർ വന്ന് അവരൊന്ന് നോക്കിയിട്ട് ഇന്ന മരുന്ന് കൊടുക്കണമെന്ന് പറഞ്ഞ് ഏൽപ്പിച്ച് പോകും. മാനേജ്മെൻറ്റ് വെല്ലും വാങ്ങും. എന്നാൽ അവിടെ കിടന്ന് നമ്മുടെ മലവും മൂത്രവും, നമ്മളുടെ നഗ്നതയും, നമ്മളുടെ രോഗത്തിൻ്റെ പ്രയാസത്തിലുണ്ടാകുന്ന കോപ്രായങ്ങൾ, ഞങ്ങളുടെ പ്രകോപനങ്ങൾ, ഇതും അനുഭവിച്ച് നമ്മളോട് സ്നേഹത്തിൽ ഇടപെട്ട് നമ്മെ പരിചരിച്ച് നമ്മെ ആശ്വസിപ്പിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന സമൂഹത്തിൽ ഏറ്റവും പ്രയാസപ്പെടുന്ന ഒരു വിഭാഗമാണ് നേഴ്സുമാർ. ആ നേഴ്സുമാർ കുറേ നാളുകളായിട്ട് വിവിധ ഹോസ്പിറ്റലുകളുടെ മുമ്പിൽ സമരം ചെയ്യുകയാണ്. ആ സമരം കണ്ണൂർ ജില്ലയിലെ മിക്കവാറും ഹോസ്പിറ്റലുകൾ സമരം ചർച്ചയിലൂടെ പരിഹരിക്കപ്പെടുകയും അവരുമായി ഒത്തുതീർപ്പുണ്ടാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഹോസ്പിറ്റലിൻ്റെ പേര് പറഞ്ഞ് തന്നെ പറയാം, കാരണം അത് അത്രമാത്രം വേദനാജനകമായിരുന്നു. ഈ നാടും ജനവും രാഷ്ട്രീയവും മറ്റ് ഒന്നും നോക്കാതെ പ്രതിഷേധിക്കേണ്ടതാണ്. കാരണം കൊയിലി ഹോസ്പിറ്റലിൻ്റെ മാനേജ്മെൻറ്റ് സൂപ്രണ്ട്, അദ്ദേഹത്തിൻ്റെ ധിക്കാരവും ധാർഷ്ട്യവും നമ്മൾ ഇന്ന് കണ്ണൂർ വിഷനിലൂടെ കാണാനിടയായി. എത്ര അപമാനകരമായിട്ടാണ് ആ നേഴ്സുമാരോട് അദ്ദേഹം പെരുമാറുന്നത്, എത്ര ധിക്കാരകരമായിട്ടാണ്. ആ നേഴ്സുമാർ ചോദിച്ചതുപോലെ കൊയിലി ഹോസ്പിറ്റലിൽ എന്താ കൊമ്പുണ്ടോ? കൊയിലി ഹോസ്പിറ്റലിന് കൊമ്പുണ്ടോ? ബാക്കി എല്ലാ ഹോസ്പിറ്റലുകളും അവർക്ക് ശമ്പളം വർദ്ധിപ്പിച്ചു കൊടുക്കാം, കാര്യങ്ങൾ ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അവരുടെ സമരവുമായി സമവായത്തിൽ എത്തുന്ന സമയത്ത് ഇദ്ദേഹം ധിക്കാരമല്ലേ കാണിക്കുന്നത്? എന്തുകൊണ്ടാണ് അദ്ദേഹം ധിക്കാരം കാണിക്കുന്നത്? നിരവധിയായ സ്ത്രീകൾ നേഴ്സുമാർ അദ്ദേഹത്തെ പോവല്ല സാറേ എന്നാ വിളിക്കുന്നത്, തടഞ്ഞു നിർത്താൻ വേണ്ടി അവിടെ നിന്ന് ശ്രമിക്കുമ്പോൾ അദ്ദേഹം സ്ത്രീകൾക്ക് നേരെ കയ്യേറ്റമല്ലേ ചെയ്തത്? അസഭ്യ വർഷമല്ലേ ചെയ്തത്? പോടി എന്നും സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ മഹിളാ സംഘടനകൾ ഉണരണം. ഇവിടെ ആരെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവോ അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള ആരെങ്കിലും സൈബർ മേഖലയിലോ എവിടെയെങ്കിലും ഒന്ന് പ്രസംഗിക്കുമ്പോൾ സ്ത്രീത്വത്തെ അപമാനിച്ചു, സ്ത്രീത്വത്തിന് മോശകരമായ നിലയിൽ ഇടപെട്ടു എന്ന് നാഴികക്ക് 40 വട്ടം പ്രസംഗിക്കുന്ന മഹിളാ അസോസിയേഷൻ്റെയും മഹിളാ മോർച്ചയുടെയും മഹിളാ കോൺഗ്രസിൻ്റെയും മഹിളാ ലീഗിൻ്റെയും അങ്ങനെ ഏതെല്ലാം മഹിളാ സംഘടനകളുണ്ടോ ആ സംഘടനകളുടെ ആളുകൾ മുഴുവനും കൊയിലി ഹോസ്പിറ്റലിന് മുമ്പിൽ വന്ന് സൂപ്രണ്ടിനെതിരെ പ്രതികരിക്കണം. സൂപ്രണ്ടിന് ഓശാന പാടുന്ന കുറച്ച് ആളുകളും ഉണ്ടായിരുന്നു, അവരോടും പ്രതികരിക്കണം. കുറെ നക്കികളുണ്ട്, കാണിക്കുന്ന തമ്മാടിത്തമാണെന്ന് മനസ്സിലായിട്ടും അദ്ദേഹത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നടക്കുന്ന അവർക്കൊക്കെ മക്കളില്ലേ? അവരുടെ മക്കളൊക്കെ ഇതുപോലെ പഠിച്ചിട്ട് ഹോസ്പിറ്റൽ മാനേജർ ഇത്തരം തെണ്ടിത്തരം കാണിച്ചു കഴിഞ്ഞാൽ അവരൊക്കെ ഇതിന് കൂട്ടു നിൽക്കുമോ? അവരുടെ മക്കളെ സ്ഥാനത്ത് നിൽക്കണ്ടേ? 2 കൈകൾ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചപ്പോൾ കൊത്തി മാറ്റുന്ന സംഭവം വീഡിയോയിൽ കാണാം. ഈ സൂപ്രണ്ടിൻ്റെ ധിക്കാരം, അതിന് പോലീസ് കാവൽ. ഇവർക്കെതിരെ കുറ്റകരമായ കേസെടുക്കണം. ആ സൂപ്രണ്ടിനെ കേസെടുത്ത് ജയിലിലടക്കാൻ ഇവിടുത്തെ ഭരണാധികാരികൾ, ഇവിടുത്തെ പോലീസ് മേധാവികളുണ്ടോ? കൊയിലി ഹോസ്പിറ്റലിൽ മുമ്പ് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മാലിന്യത്തിൻ്റെ പ്രശ്നമുണ്ടായിട്ട് 2 തവണ പൂട്ടിയതാണ്. പക്ഷേ അവരുടെ അധികാരത്തിൻ്റെ ഹുങ്കും പണത്തിൻ്റെ ഹുങ്കും കൊണ്ട് ഇത് പിന്നെയും തുറന്നു കൊടുത്ത ആ ഹുങ്കാണ് ആ സൂപ്രണ്ട് ഡോക്ടർ അവിടെ കാണിച്ചത്. അയാൾ ഓട്ടോറിക്ഷയിൽ കയറി പോവുകയാണ്. ആ പാവപ്പെട്ടവർ അവർ തൊഴിലെടുത്ത കൂലിക്കല്ലേ ചോദിക്കുന്നത്? അവർ തൊഴിലെടുത്ത കൂലിക്ക് ഇപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഓരോ പേഷ്യൻറ്റിൻ്റെ കയ്യിൽ നിന്നും അവർക്ക് ശമ്പളം കൊടുക്കേണ്ട തുക വാങ്ങിക്കുന്നില്ലേ? പിന്നെ അവർ ചോദിച്ച തുക കൊടുത്താൽ എന്താണ് നിങ്ങൾക്ക്? ഒരു തവണ നമ്മളെ BP നോക്കാൻ വേണ്ടി വന്നാൽ
നേഴ്സിംഗ് ചാർജ് 70, BP ചാർജ് 40 എഴുതി വാങ്ങുന്നില്ലേ? ഒരു തവണ ഡോക്ടർ റൂമിലേക്ക് വന്നാൽ അല്ലെങ്കിൽ വാർഡിലേക്ക് വന്നാൽ ഡോക്ടർ ചാർജ്, സർവീസ് ചാർജ്, പിന്നെ ഇലക്ട്രിക്, വെള്ളം, വറ്റ് എന്ന് പറയേണ്ട ഓൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയ സാധനത്തിൻ്റെ വരെ വാങ്ങില്ലേ? ഇങ്ങനെ ഓരോ ചാർട്ടും ശരിക്കും പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ ഓരോരുത്തരും ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ അല്ലെങ്കിൽ ലാബ് ടെസ്റ്റിൻ്റെ, ഇഞ്ചക്ഷൻ്റെ എത്ര വില വിവരം പട്ടിക വെക്കണമെന്ന് സുപ്രീം കോടതിൻ്റെ ഉത്തരവുണ്ട്. ഇന്ന് വരെ ഓരോ ഹോസ്പിറ്റലും നടപ്പിലാക്കിയിട്ടില്ല. പോട്ടെ, അതൊന്നും നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. പക്ഷെ ഓരോ നേഴ്സിംഗ് ചാർജ്, ആ ചാർജ്, ഈ ചാർജ്, തൊഴിലാളികളുടെ കൂലി, വസ്ത്രം അലക്കുന്നതിൻ്റെ എന്ന് പറഞ്ഞ് ഓരോ ചാർജും ഓരോ രോഗിയുടെ കയ്യിൽ നിന്നും വാങ്ങി ഒരു നേഴ്സിന് ഒരു ദിവസം 500 രൂപയാണ് കൂലിയെങ്കിൽ അവിടെയുള്ള 100 കണക്കിന് വരുന്ന രോഗികളോട് എത്ര 500 നിങ്ങൾ വാങ്ങിക്കുന്നുണ്ട്? എന്നിട്ട് അവർക്ക് ഒരു ശമ്പളം കൂട്ടി. അവരാണ് നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ നിലനിൽപ്പ് എന്ന് നിങ്ങൾ ഓർത്തോ? അവരാണ് നിലനിൽപ്പ്. ഡോക്ടർ കാര്യം പറഞ്ഞു പോയി. അവർ നമ്മളെ പരിചരിച്ചിട്ട്, അവർ ത്യാഗം സഹിച്ചിട്ട്, അവർക്ക് പിന്നെ എന്താ പറയണ്ട, അറുപ്പില്ല, ഞെട്ടമില്ല, മറ്റൊന്നുമില്ലാതെ രോഗിയുടെ എല്ലാം ചെയ്തു കൊടുത്തിട്ട് അവർ ആ ത്യാഗം സഹിച്ചിട്ട് മാലാഖമാർ എന്ന് വിളിക്കാൻ കാരണം തന്നെ അതുകൊണ്ടാണ്. അങ്ങനെ ത്യാഗം സഹിച്ച് ആ ഹോസ്പിറ്റലിൽ ആ നിലനിൽക്കാൻ അവിടെ അവരുടെ പരിചരണം കൊണ്ടാണ് പലപ്പോഴും രോഗികൾ അവിടെ പോകുന്നത്. അല്ലാതെ ഈ സൂപ്രണ്ടിനെ പോലത്തെ മാനേജ്മെൻറ്റിൻ്റെ ഇടപെടൽ കണ്ടിട്ടില്ല. ഓരോ സ്റ്റാഫിൻ്റെയും സ്നേഹത്തോടു കൂടിയുള്ള ഇടപെടൽ കണ്ടിട്ടല്ല, ഡോക്ടർമാരുടെ ഇടപെടൽ കണ്ടിട്ടാണ്. അത് കണ്ടിട്ടാണ് നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ നിലനിൽപ്പിൻ്റെ ആളുകളവർ. എന്നിട്ട് അവരെ നിങ്ങൾ ആട്ടി ഓടിക്കുക. ഇവിടെ KT ജലീൽ ചെവിക്ക് പിടിച്ചു എന്ന് പറഞ്ഞ് കേസെടുത്ത ഇവിടുത്തെ ബാലാവകാശ കമ്മീഷൻ ഉണ്ടല്ലോ, അതുപോലുള്ള കമ്മീഷൻ ഉണ്ടല്ലോ, വനിതാ കമ്മീഷൻ ഇടപെടണം. ഈ നേഴ്സുമാരെ പരസ്യമായി അവരെ ശരീരത്തിൽ തൊട്ടു, അനുവാദമില്ലാതെ ശരീരത്തിൽ തൊട്ട് തള്ളി മാറ്റിയ, അവരെ ആക്രമിച്ച, കാലോണ്ട് ചവിട്ടുന്ന രംഗം ആ വീഡിയോയിൽ കാണുന്നുണ്ട്. ആ നിലയിൽ നേഴ്സുമാരോട് അപമാനകരമായി പെരുമാറിയ ആ ഹോസ്പിറ്റൽ മാനേജ്മെന്റിനെതിരെ കർശന നടപടി സ്വീകരിക്കാൻ ഈ നാട് ഒരുമിക്കണം. ഈ വീഡിയോ കാണുന്ന ആളുകൾ പ്രതികരിക്കണം. എന്നിട്ട് ഒത്തൊരുമയോടുകൂടി ഈ നേഴ്സുമാർക്ക് വേണ്ടി നമുക്ക് കൈകോർക്കണം. കാരണം നമ്മളെ ജീവിപ്പിക്കാൻ വേണ്ടി അവരാണ് ത്യാഗം സഹിക്കുന്നത്. മറ്റവർ സോട്ടും കൂട്ടും ഇട്ട് വന്നിട്ട് ഇങ്ങനെ അങ്ങനെ ചെയ്ത് പറഞ്ഞ് പോവുകയുള്ളൂ. രാത്രിയിൽ ഉറക്കമൊഴിച്ചിട്ട് സാറേ പേഷ്യൻ്റ് ക്രിട്ടിക്കലാണ്, അപ്സെറ്റാണ് എന്ന് പറയുമ്പോൾ ക്യാഷ് നമ്പറിൽ വിളിച്ച് ചോദിക്കുമ്പോൾ ഇന്ന മരുന്ന് കൊടുക്കൂ എന്ന് പറഞ്ഞിട്ട് ഉറക്കമൊഴിച്ചിട്ട് കിടന്നുറങ്ങുമ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞ് വാർഡിൽ കിടത്തിയ സമയത്ത് വയറ്റിൽ നിന്ന് പോകുന്ന സമയത്ത് മലം ചുമന്ന് മൂത്രമൊഴിക്കാൻ വേണ്ടി പോകുമ്പോൾ നിങ്ങൾ പോകണ്ട ഇവിടുന്ന് ഒഴിച്ചോ എന്ന് പറയുന്ന നമ്മുടെ കുടുംബക്കാർ പോലും ചെയ്യാത്ത നിലയിൽ ത്യാഗനിർഭരമായി പ്രവർത്തിക്കുന്ന നേഴ്സുമാരോട് ഈ കേരളം കാണുക അപമാനകരമായി ഇടപെടുന്ന നിങ്ങൾ നമ്മളോട് പൈസ വാങ്ങുന്നില്ലേ? ഓരോ ഹോസ്പിറ്റലൊക്കെ എന്തെല്ലാം ചാർജുകളാണ് വാങ്ങിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ശമ്പളം കൊടുത്താൽ എന്താ? ഇതുപോലെ വേറൊരു വിഭാഗമുണ്ട്. ആ വിഭാഗത്തെക്കുറിച്ച് ഞാൻ നാളെ വീഡിയോ ചെയ്യാം. ജനങ്ങളിൽ നിന്ന് നിങ്ങൾ പണം വാങ്ങുന്നുണ്ടല്ലോ. ഏത് രോഗി ഡിസ്ചാർജ് ചെയ്യുമ്പോഴും OPയിൽ കയറുമ്പോഴും നഴ്സിംഗ് ചാർജ്, ഇഞ്ചക്ഷൻ ചാർജ്, എല്ലാ ചാർജും, ബ്ലേഡിൻ്റെ പൈസ, നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. ഇത് അങ്ങനെയല്ലേ അവർ വാങ്ങിക്കുന്നത്. എന്നിട്ട് ഇവർക്ക് ശമ്പളം കൊടുത്തുകൂടെ പോലും. ശമ്പളത്തിന് വേണ്ടി അധ്വാനിച്ച പൈസക്ക് വേണ്ടി ചോദിക്കുമ്പോൾ നേഴ്സുമാരെ ചവിട്ടുന്നു, തൊഴിക്കുന്നു, അപമാനിക്കുന്നു. സ്ത്രീത്വത്തിനെതിരെ അപമാനിച്ചതിനെതിരെ കൃത്യമായ കേസെടുക്കാൻ ഇവിടുത്തെ പോലീസ് തയ്യാറാണ്. പിന്നെ വനിതകളെ അപമാനിച്ചതിന്, തൊഴിലാളികളെ അപമാനിച്ചതിന്, തൊഴിലിടത്തിൽ അപമാനിച്ചതിന്, അങ്ങനെ നിരവധി വകുപ്പുകൾ ചേർത്ത് അദ്ദേഹത്തിനെതിരെ നീതിയുക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇത് കാണുന്ന മുഴുവൻ ആളുകളും കൂടെ നിൽക്കണം, അവർക്ക് സപ്പോർട്ട് ചെയ്യണം. കാരണം നമ്മളുടെ ജീവൻ രക്ഷിക്കുന്ന അവർ ഡോക്ടർമാരെക്കാൾ മാനേജ്മെൻറ്റിനേക്കാൾ ഏറ്റവും അധികം നമ്മെ സഹായിക്കുന്നവരാണ് ഇവിടുത്തെ നേഴ്സുമാർ. ആ നേഴ്സുമാരെ സംരക്ഷിക്കേണ്ടത്, അവരുടെ അവകാശങ്ങൾ നേടിക്കൊടുക്കേണ്ടത് നമ്മളുടെ കൂടി ആവശ്യമാണ്. കൂടെ നിന്ന് അവർക്ക് വേണ്ടി അവരുടെ ഒപ്പം നിൽക്കണം. ആ ധിക്കാരപരമായി പെരുമാറിയ
ആ ഡോക്ടർക്കെതിരെ, സൂപ്രണ്ടിനെതിരെ നടപടി സ്വീകരിക്കുന്നത് വരെ ഇവിടുത്തെ മഹിളാ സംഘടനകൾ, ഫെമിനിസ്റ്റുകൾ, അങ്ങനെയും കൂടി പറയാം, അങ്ങനെ മഹിളകൾക്ക് വേണ്ടി സ്ത്രീപക്ഷവാദികളായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെ വരണം. കൊയിലി ഹോസ്പിറ്റലിൽ അദ്ദേഹത്തിനെതിരെ ശിക്ഷാ നടപടി ഇവിടുത്തെ കോടതി ഉൾപ്പെടെ വനിതാ കമ്മീഷൻ ഉൾപ്പെടെ സ്വീകരിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്.